ഇനി കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഇല ആൻഡ് സാജൻ ഫെർണാണ്ടസ്. ഇല മുംബൈയിലെ ഒരു മിഡിൽ ക്ലാസ് വീട്ടമ്മയാണ്. ഇലയുടെ ഭർത്താവാണ് രാജീവ്. അവർക്കൊരു ചെറിയ മകളുമുണ്ട്. ഇലയുടെ ജീവിതം അടുക്കളയിലും മകൾക്ക് വേണ്ടിയുമുള്ള ഓട്ടത്തിലായി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഭർത്താവിന് അവളോടുള്ള സ്നേഹവും ശ്രദ്ധയും കുറയുന്നു എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ആ ഒരു വിവാഹ ബന്ധത്തിലെ മടുപ്പും ആ ഒരു ലോൺലിനെസ്സും ഒക്കെ അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഈ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ ഒരു വഴി കണ്ടെത്തുന്നുണ്ട്. അതാണ് ഫുഡ്. ഭർത്താവിനായി ഏറ്റവും രുചികരമായ ഭക്ഷണം പാചകം ചെയ്ത് ഉച്ചഭക്ഷണമായി അയക്കുക. അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മാത്രമായി കൂടെയുള്ള ദേശ്പാണ്ഡെ ആന്റി എന്ന അയൽക്കാരിയാണ് ഇലയുടെ വഴികാട്ടി. ആന്റി പറഞ്ഞു കൊടുക്കുന്ന രഹസ്യ കൂട്ടുകളും പാചക വിദ്യകളും എല്ലാം ചേർത്ത് ഇല തന്റെ സ്നേഹവും പ്രതീക്ഷയും ഓരോ ചോറ്റുപാത്രത്തിലുമാക്കി നിറയ്ക്കുന്നു. മീൻവൈൽ സാജൻ ഫെർണാണ്ടസ് ഒരു അക്കൗണ്ടന്റ് ആണ്. അധികം വൈകാതെ ജോലിയിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുന്ന ഒരു മധ്യവയസ്കൻ. ഭാര്യ മരിച്ച ശേഷം ആ ഒരു ലോൺലിനെസ്സിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് അദ്ദേഹം. ഓഫീസിലെ കസേരയിലും വീട്ടിലെ ജനലിന്റെ അരികിലും നിന്ന് അദ്ദേഹം ലോകത്തെ കാണുന്നത് ഒരുതരം വിരസതയോട് കൂടിയിട്ടാണ്. സ്വന്തം വീട്ടിലെ ജനലിനടുത്ത് കളിക്കുന്ന കുട്ടികളോട് പോലും ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന അത്ര ഏകാന്തനാണ് സാജൻ.